രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി യുവനടി. അശ്ലീല ചുവയോടെ രാഹുൽ അയച്ച സന്ദേശങ്ങളും യുവതി പ്രത്യേക സംഘത്തിന് കൈമാറിയതായി സൂചനയുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാം എന്നും യുവതി വരണമെന്നാവശ്യപ്പെട്ടുവെന്നുമാണ് പ്രധാന ആരോപണം. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും നിലവിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശമില്ലെന്നും യുവതി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുക. ഡാന്, രാഹുലിന് കുരുക്ക് മുറുകുകയാണോ? ഈ മൊഴി എങ്ങനെയാണ് അന്വേഷണ സംഘം സ്വീകരിക്കാനിരിക്കുന്നത്? അന്വേഷണ സംഘം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും മൊഴി നൽകാൻ ആരും തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇന്ന് രാവിലെ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് റിനി തന്നെ, അതായത് യുവനടി തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു വിശദീകരണം നൽകിയത്. അങ്ങനെയാണ് റിനിയുടെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായി ഹോട്ടലിൽ മുറിയെടുക്കാം, വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പലതവണ ദേഷ്യപ്പെട്ടുവെന്നും തന്നോട് മോശമായി സംസാരിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പലതവണ ദേഷ്യപ്പെട്ടെന്നും പക്ഷേ അത് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നുമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ഒരു ശബ്ദരേഖയും തന്റെ കൈവശമുണ്ട് എന്ന് അന്വേഷണ സംഘത്തെ യുവനടി അറിയിച്ചതായാണ് വിവരം. എന്തായാലും നിലവിൽ രണ്ട് തരത്തിലായിരുന്നു ഈ യുവനടി കേസുമായി ബന്ധപ്പെട്ടിരുന്നത്. അതിനൊന്ന് പരസ്യമായി കഴിഞ്ഞ മാസം 20-ാം തീയതി പരോക്ഷമായി രാഹുലിന്റെ പേര് പറയാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് റിനിയായിരുന്നു. അതിന് പിന്നാലെ റിനി ഗൂഢാലോചന നടത്തി റിനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതിക്കാരി അന്വേഷണ സംഘത്തെ സമീപിച്ചിരുന്നു. അങ്ങനെ ഈ രണ്ട് തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതോടെയാണ് അന്വേഷണ സംഘം റിനിയുടെ മൊഴി ഏത് വിധേനയും രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ താൻ നിയമപരമായി മുമ്പോട്ട് പോകാനില്ല, അതിന് വ്യക്തിപരമായി അസൗകര്യമുണ്ട്, പക്ഷെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇന്ന് പ്രത്യേകമായി ഇതുമായി ബന്ധപ്പെട്ട അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുകയും ഈ തെളിവുകൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇവരെ പരാതിക്കാരിയാക്കി മാറ്റിക്കൊണ്ട് തുടരന്വേഷണത്തിലേക്ക് കടക്കാനുള്ള നിയമോപദേശം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് വൈകാതെ തേടിയേക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ഡാൻ. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ